ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം നൈറ്റ് ഓഫാണ് കേട്ടോ. അപ്പോൾ ഒരു 8:30 ആകുന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പഞ്ചും ചെയ്ത് ഇറങ്ങാം. ഒരു 8:35-40 ആകുന്നപ്പോഴത്തേക്ക് എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇതാ കുളിയും പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. അമ്പാടീനെ ഇത് പല്ല് തേപ്പിച്ചു. അതിനുശേഷം അവൻ അലമാരയ്ക്കകത്ത് കയറി ഇരിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ. അമ്പാടിക്ക് അലമാരയ്ക്കകത്ത് കയറി ഇരിക്കണം. അതിനെൻ്റെ സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഇതിങ്ങനെ തുറന്നിട്ടാ പണി പാളും. ഇതിനകത്ത് കയറിയെന്ന് നമ്മൾ വരെ അറിയണ്ടാവില്ല. അമ്പാടി അമ്മ ലോക്ക് ചെയ്തിട്ട് ചാവി മാറ്റി വെക്കോ കേട്ടോ. ആ എന്നാ ഇറങ്ങിക്കോ. ചായ കുടിക്കാം. ചായ വേണ്ട, നന്നായി വാ. ടാറ്റാ, അമ്മ പോവാ. ഇറങ്ങ് പുറത്ത് ഇറങ്ങി അമ്പാടി. അമ്മ പോന്നാണേ. അങ്ങനെ അമ്പാടീനെ അലമാരക്കകത്തുനിന്ന് വെളിയിലേക്ക് ഇറക്കി ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആകെയുള്ള ഒരു സമാധാനം, ഇന്ന് നൈറ്റ് പോകണ്ട, ഇന്ന് ഓഫാണ്, നാളെ ഡ്യൂട്ടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവനും 2 നെയ്പ്പത്തൽ, ഞാനും 2 നെയ്പ്പത്തൽ കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്പാടിയും ഞാനും ഇവിടെ കോനാലിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇവിടെ കോന തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂടി കൊണ്ടുവന്നു കേട്ടോ. അതാണ് ഫോണിൽ കാർട്ടൂണൊക്കെ കണ്ടാലേ ഫുഡ് കഴിക്കുകയുള്ളൂ. കഴിച്ചൂടമ്പാടി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അമ്പാടി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. 2 നെയ്പ്പത്തൽ അവൻ എടുത്തിട്ട് 2 അതേപോലെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെയോ 2 കഷ്ടിച്ച് കഴിച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ തന്നെ വലിയ ഇഷ്ടമില്ല. പിന്നെ ഇടയ്ക്ക് കഴിക്കും. ഇടയ്ക്ക് നൈറ്റ് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ രാവിലെ ഒന്നും കഴിക്കാൻ വേണ്ടായിരിക്കും, കിടന്നുറങ്ങിയാൽ മതി എന്നായിരിക്കും കേട്ടോ. ഇത്രയും ക്ഷീണമായിട്ടായിരിക്കും ചില ദിവസങ്ങൾ വരാം. അപ്പോൾ ഇന്നിപ്പോൾ കഴിച്ചിട്ടുണ്ട്. അമ്പാടി ഒന്നും കഴിച്ചില്ല. അവനെ മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട്. ഇടയ്ക്ക് രാവിലെ തന്നെ ഇങ്ങനെ കളിപ്പിക്കും. സാധാരണ അവന് രാവിലെ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല, കഴിക്കലുണ്ട്. ഇന്നിപ്പോൾ കഴിച്ചിട്ടുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കിടന്ന് കുറച്ച് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അമ്പാടി സമ്മതിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ. ഇനി എപ്പോഴും എഴുന്നേൽക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പം ഉറങ്ങാനൊന്നും വിടില്ല. ഇപ്പോൾ ഏതാണ്ട് 9:30 കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ അതാ അങ്ങ് പോയി. അച്ഛൻ പോയില്ലേ? അച്ഛൻ എവിടെയാ പോയാ അമ്പാടി? എവിടെയാ പോയാ? എൻ്റെ ഉറക്കം പോയിട്ട് അമ്പാടി തന്നെ എഴുന്നേൽപ്പിച്ചു. കുറച്ച് സമയമായി, 11 കാലം കണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉറക്കെല്ലാം പോയി കിടക്കുക. എനിക്ക് ഉറക്കമാണ്, നല്ലോണം ഒന്ന് ഉറങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ കിടക്കുവാണ് കേട്ടോ. അമ്പാടിൻ്റെ കാറിൻ്റെ ടയർ പൊട്ടിപ്പോയി. അതാണ് ടയർ നന്നാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പൊട്ടിപ്പോയാ? എൻ്റെ കൂടെ ടയർ പൊട്ടിക്കാൻ പറഞ്ഞ ചിരിക്കുന്നു. ടയർ കാണിച്ചു കൊടുക്കും. ടയർ അമ്പാടിൻ്റെ കാറിൻ്റെ കാറ് കാണിച്ചു കൊടുക്ക്. ടയറല്ല, കാറ് കാണിച്ചു കൊടുക്ക്. കാറും എല്ലാം കാണിച്ചു കൊടുക്കുവാവേ. ഞാനും അമ്പാടിയും കഴിക്കാനിരുന്ന സമയത്ത് ഒരു വക അമ്പാടി കഴിച്ചില്ല കേട്ടോ. 2 അതേപോലെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എനിക്കും നൈറ്റ് ഈ ഒരു ഡ്യൂട്ടി എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പകലും രാവിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ലഞ്ചും വേണ്ട, കിടന്ന് ഉറങ്ങിയാൽ മതി എന്നായിരിക്കും കേട്ടോ. മുൻപൊക്കെ ആണെങ്കിൽ കുറച്ച് സമയങ്ങളിൽ ഉറങ്ങാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആഴ്ചയായിട്ട് അമ്പാടി ഉറങ്ങാനേ വിടുന്നില്ല കേട്ടോ ഈ ഒരു നൈറ്റിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉറക്കൊക്കെ എഴുന്നേറ്റ് അവനിതാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് രണ്ടാമത്. എൻ്റെ ഉറക്കമൊക്കെ തെളിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം താഴെ നമ്മൾ പുതിയ അലമാര മേടിച്ചില്ല, അതിലേക്ക് കുറച്ച് തുണിയൊക്കെ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് അത്യാവശ്യപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് താഴത്തെ അലമാരയിൽ കൊണ്ടുപോയി വെക്കണം. പിന്നെ താഴെ മൊത്തം അടിച്ചു വാരണം. ഓൾറെഡി ഞാൻ നൈറ്റ് തുടങ്ങുന്നതിന് തുടച്ചിട്ടാണ് കേട്ടോ. അവിടെ തുടക്കുന്നില്ല, ഇപ്പോൾ അടിച്ചു വാരിയിടണം എന്ന് തോന്നുന്നുണ്ട്, കാരണം കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അമ്പാടി അവിടെ താഴ്ന്ന് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ ഉറങ്ങാൻ വിടുന്നില്ല കേട്ടോ. കുറേ സമയം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഉറക്ക് പോയി കളിച്ച്. ഞാൻ വെച്ച് ഏതായാലും ഇപ്പോൾ കിടന്നിട്ടൊന്നും കാര്യമില്ല. ആ സമയം കൊണ്ട്
ബാഗൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ബാഗും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് താഴത്തെ അലമാരയിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതിയിട്ടോ. അപ്പം അങ്ങനെയാണുള്ളത്. ഞാൻ ഓരോന്ന് എടുത്ത് വെക്കട്ടെ, അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ മാത്രം. അപ്പോൾ അമ്പാടി രാവിലെ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നെയ്പ്പത്തലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് ഇപ്പോൾ കൊടുത്തു. ഇപ്പോൾ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് അത് കൊടുത്തു. പിന്നെയാണെങ്കിൽ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് കരുതിയിട്ടോ. അല്ല പിന്നെ വൈകുന്നേരം ഒന്ന് ടൗണിൽ വരെ പോകണം കേട്ടോ. എൻ്റെ കമ്മലൊക്കെ സ്വർണ്ണക്കമ്മലൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആണിയൊക്കെ, അതുപോലെ മൂക്കൂത്തിയിലൊക്കെ. അതെങ്ങനെ വളഞ്ഞതെന്നറിയില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എന്താ പറയുക അതൊക്കെ ഇടാണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക. കാരണം അതിൻ്റെ ആണിയൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടത് എപ്പോഴാണ് അഴിഞ്ഞ് വീഴുന്നതെന്നറിയില്ല. അപ്പം അതൊക്കെ പോയിട്ടൊന്ന് നേരെയാക്കണം. പിന്നെ ബാഗൊന്ന് എന്താ എൻ്റെ പുതിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൈയൊന്ന് ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് ഏട്ടൻ്റെ കയ്യും കാലം പിടിച്ചിട്ട് വൈകുന്നേരം ടൗണിലേക്ക് പോകണം. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് കാര്യമായിട്ടായിരിക്കും വിശക്കുന്നില്ല, എനിക്ക് തീരെയും വിശക്കുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെയാണുള്ളത്. ഇപ്പം ചോറ് വെക്കേണ്ടതെന്നാണ് ഏട്ടൻ പറഞ്ഞത്. വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം. ഏട്ടൻ എന്തായാലും ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കും വേണ്ട. അമ്പടീൻ്റെ നോക്കിയിട്ട് എന്താ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ എന്തായാലും ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അനിൽ ഡോക്ടറിനെ എൻ്റെ പല്ലിനെ കാണിച്ച ഡോക്ടർ തന്നൊരു ബുക്ക് കേട്ടോ. ഇതെല്ലാ മാസവും കാണിക്കുമ്പോൾ ഈ ബുക്ക് കൊണ്ടുപോകണം. ഇത് കാര്യമായിട്ട് സൂക്ഷിച്ച് വെക്കണം. പിന്നെ എന്താ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടെ കേട്ടോ. ഇത് കാര്യമായിട്ട് എടുത്ത് വെക്കട്ടെ. കാരണം കഴിഞ്ഞ മാസം സ്ലിപ്പ് ഞാൻ കാണിച്ച ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യം ത്രൂ ഔട്ട് വേണ്ടതാണ്. അതുകൊണ്ട് ഇത് എടുത്ത് വെക്കട്ടെ കേട്ടോ. അമ്പാടി എഴുതുന്ന സ്ലൈറ്റിൽ എഴുതുന്ന നല്ല അലങ്കോലായിട്ട് വാരി വലിച്ചിട്ടിട്ടുള്ള ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. അമ്പാടിയുടെ കാല് നോക്ക്. അമ്പാടി കാല് കിടക്കയിൽ വെക്കണ്ട. ഇപ്പം ഏതാണ്ട് നട്ടുച്ച 1-1.5 സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് അങ്ങ് അലമാര അങ്ങ് ഒതുക്കി പറക്കി വെക്കാമെന്ന് കരുതി. കാരണം നാളെ ഓഫൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് 1-2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അലമാരയിൽ ഇതാ തുണികളൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ ഒതുക്കി പറക്കി വെക്കുവാണ്. പിന്നെയാണെങ്കിൽ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് ആ ഒരു സമയത്തൊക്കെ ഇച്ചിരി എന്താ പറയുക മനസ്സിന് ഒരു വിഷമമായിരിക്കും കേട്ടോ. അമ്പാടിനെ ഏട്ടനെ മാറിയിരിക്കാനും പിന്നെ അവൻ്റെ ഓടുള്ള ഓരോ നിമിഷങ്ങൾ എന്താ പറയുക മിസ് ചെയ്യും. കുറേ കഴിയുമ്പോഴത്തേക്കും അവൻ വലുതാവും. പിന്നെ നമ്മുടെ ഇപ്പം അവനോട് ഇരിക്കുമ്പോഴുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മിസ് ചെയ്യും. അതൊക്കെ ഒരു മനസ്സിന് വിഷമമാണ് കേട്ടോ. പിന്നെ മോർണിംഗ് ഷിഫ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അത്ര പ്രശ്നമില്ല. നൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, എങ്ങനെയൊക്കെയോ 4 ദിവസങ്ങൾ ഞാൻ എന്താ പറയുക എണ്ണിപ്പെറുക്കി അതങ്ങ് കളയുന്ന പോലെയാണ് കേട്ടോ. അത്രയും വിഷമമായിരിക്കും. പക്ഷേ എനിക്ക് നൈറ്റ് എടുക്കുമ്പോഴത്തേക്കും അമ്പാടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അവൻ ഓക്കെയാണ്. പണ്ടും അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ അവന് 9ാം മാസത്തിൽ വരെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തതാണ്. അവന് ഫുഡൊക്കെ കഴിക്കുന്നത് കുറവായതുകൊണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ റീജോയിൻ ചെയ്യപ്പോഴും അവന് കുഴപ്പമില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാപ്പോഴും എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്തതിലും വിഷമവും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ട. അമ്പാടി ഊഞ്ഞാലായിരുന്നാ നമുക്ക് പോകണ്ടേ? നമ്മൾ മാഹി വരെ പോവാണ്. പിന്നെ വടകരയും പോകേണ്ട ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം പിന്നെ എന്തൊക്കെയോ ബൾബും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ മാഹി പോയിട്ട് മേടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പോവാൻ നിൽക്കുകയാണ്. മിണ്ടാണ്ടിരിക്കമ്പാടി. അലമാര ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുത്ത് വെച്ചുള്ളൂ. കാരണം ഇനിയിപ്പം ഡീറ്റെയിലായിട്ട് എടുത്ത് വെക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് അലക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുവരുന്ന താഴെ തന്നെ വെക്കാമെന്ന് കരുതി. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സ് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടീൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. ഭയങ്കര ബഹളം വെക്കുക കേട്ടോ അമ്പാടി. അമ്പാടീൻ്റെ വണ്ടിയാണ് ഇവിടെ സൈഡിലൊക്കെ കേട്ടോ. ആ വണ്ടി. അപ്പോൾ അവനത് കണ്ടിട്ട് ആവേശം പറഞ്ഞിട്ട് ഞാൻ ഇതാ മേശപ്പുറത്ത് കയറ്റി വെച്ചാണ് കേട്ടോ. എൻ്റെ അമ്പാടി വേർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച കുറച്ച് എന്താ പറയുക പുതിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ, അമ്പാടിൻ്റെ കാൽമന്ന് അഴക്കാവുന്നുണ്ടേ. നമ്മളെ മാവ് പൂത്തിട്ട് കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ മാങ്ങയും മൂത്തിട്ടില്ല കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടായത്. നമ്മുടെ മുല്ല വള്ളി ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഇങ്ങനെ
വാടി കിടക്കുന്നുണ്ടോ? അതൊക്കെ വാടി. ഈ അമ്പാടി ഭയങ്കര കുത്തം കെട്ട അമ്പാടി കേട്ടാ. ആ ഭയങ്കര ഒച്ചപ്പാട്, ഭയങ്കരമായിട്ട് ബഹളം വെക്കുക. ആ കുർത്തം കെട്ട അമ്പാടി. ഇനി നമ്മൾ മാറ്റി റെഡിയായിട്ട് കാണട്ടോ. എന്തിനാ ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന അതോ? ഞാനും അമ്പാടിയും റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും സൺസ്ക്രീൻ ഇടുക കേട്ടോ. ഇറ്റാ വെയിലും ചൂടുമാണ്. സൺസ്ക്രീൻ എന്തിട്ടില്ലെങ്കിലും ഈ ഒരു സമയത്ത് സൺസ്ക്രീൻ ഇടുക കേട്ടോ. ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അമ്പാടിനെ പിടിച്ച് വെച്ചിട്ട് പൗഡർ ഇട്ട് കൊടുത്താണ് കേട്ടോ. അവ ഇടാൻ വില്ലിങ് ആവുകയില്ല. വാ എഴുന്നേക്ക്, എഴുന്നേക്ക് കുഞ്ഞോ. അങ്ങനെ ഞാനും എൻ്റെ മോനും സെറ്റായിട്ടുണ്ട് അല്ലേ അമ്പാടി? നമുക്ക് പോവാം. എവിടെ പോന്നേ? ഒരു ഹായ് പറ. അമ്പാടിന്റെ പുതിയ കളിയാണ് കേട്ടോ. അമ്പാടി അടിക്കിട്ടേ ഫോൺ അപ്പഴ് തട്ടിക്കഴിഞ്ഞ് കുത്തക്കെട്ട അമ്പാടി വേറെ കുത്തക്കേട അവരെ എവിടെയെങ്കിലും പറഞ്ഞു വിടണം. അമ്പാടി എൻ്റെ ഒരു പുതിയ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ക്ലിപ്പ് ചെയ്യുന്നത് വെക്കുന്ന ആ സംഭവം പൊട്ടിപ്പോയി. അപ്പോൾ രണ്ടും ഡാമേജ് ആയി കിടക്കുവാണ്. അപ്പോൾ ഏതായാലും വളരെ പോകുന്ന സമയത്ത് അതൊന്ന് സെറ്റ് ആക്കണം, അതൊന്ന് ചേഞ്ച് ചെയ്യണം. അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബാഗിലേക്ക് എടുത്ത് വെക്കുവാണ് കേട്ടോ. ഷൂ ഇട്ടാവേ. നമ്മൾ മാറ്റി വരെ ഒന്ന് പോയിട്ട് വരണം കേട്ടോ. കൂടെ നിങ്ങളും പോരും. ഏട്ടാ ഇതുവരെ പോയിക്കില്ലേ? അതന്നെ മാഹിയിലൂടെ ഷോർട്ട് കട്ട് പഠിക്കണം അല്ലേ? ഇനി ഇതാകുമ്പോൾ പെട്ടെന്ന് എത്തൂലേ, നമ്മൾ വളയം തിരിയൊന്നും വേണ്ട. ആ കുഴപ്പമില്ല, ആ രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. നമ്മളൊറ്റ തവണ മാഹി പോയിക്കില്ലേ അങ്ങ് ഫ്ലാറ്റിൽ, അതിനുശേഷം പിന്നെ പോയിക്കില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുതിയ NH വഴി നമ്മൾ നേരെ വന്നിട്ടുള്ളത് മഹിപ്പള്ളി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലൈറ്റ് സോണിലേക്കാണ് പോകുന്നത്. കുറച്ച് ലൈറ്റും എന്താ പറയുക, പിന്നെ കുറച്ച് ബൾബും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയ പിന്നെ ശരിക്കും ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ ഇത്രയും ലൈറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് ഷോപ്സിൽ മാഹി തന്നെ മുൻപ് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വടകര ടൗണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഷോപ്പുകളൊന്നും ഇന്ന് ഓപ്പണിംഗ് അല്ല. അപ്പോൾ നോക്കി വരുമ്പോഴത്തേക്കും ഈ ലൈറ്റ് സോൺ ഇന്ന് ഓപ്പൺ ആയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇലക്ഷനൊക്കെ അടുപ്പിച്ചിട്ട് ആ ഒരു ദിവസം നമ്മൾ എപ്പോഴാണ് കറക്റ്റ് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഓഫായിരുന്നു, കുറേ ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട 1-2 ലൈറ്റും അതേപോലെ പിന്നെ ബൾബുകളും അങ്ങനെയുള്ളതൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ചു. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പാടിക്ക് അവിടെ എത്തിയ പിന്നെ ഒരേ വാശിയായിരുന്നു കേട്ടോ, അവൻ എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ കൈ ശരിക്കും വേദനിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ അവന് ഫോണ് കൊടുത്തു. അപ്പോഴാണ് കുറച്ചൊരു ആശ്വാസത്തോടെ അവിടെ ഇരുന്നത് കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ മേടിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നല്ല പൊരിഞ്ഞ വെയിലൊക്കെ ആയതുകൊണ്ട് AC ഇല്ലാണ്ട് വണ്ടിയിൽ ഇരിക്കാനേ പറ്റില്ല കേട്ടോ. അത്ര നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനും അമ്പാടിയും മാറി മാറി വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ മഹിള പെട്രോൾ പമ്പിലേക്ക് കയറി അവിടെ ഡീസൽ അടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വടകര, നമ്മൾ അബൂക്ക മക്കാനി ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഡയമണ്ട് സെൻറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ കുളത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന വടകര. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുളത്തിൻ്റെ അവിടെ എന്താ പറയുക വൃത്തിയാക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത് മന്തി എത്തിയിട്ടുണ്ടായിരുന്നു, വിത്ത് അൽഫാമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളിതാ നേരെ ഇനി വടകര 1-2 ഷോപ്പുകളിൽ പോകണം. എൻ്റെ കമ്മലൊന്ന് റെഡിയാക്കണമായിരുന്നു, പിന്നെ ബാഗൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് പേഷ്യൻറ്റ് വന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പോയ
കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇനിയിപ്പം കട്ടാൻ്റെ അടുത്ത് പോകണം. എനിക്ക് കമ്മൽ 1-2 കമ്മൽ മൂക്കൂത്തിയൊക്കെ വളഞ്ഞു കിടപ്പുണ്ട് ആണി. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ എന്തായിരുന്നു എൻ്റെ ബാഗിന് എന്തെന്നാ വാവേ ബാഗിൻ്റെ സ്ട്രാപ്പ് അതൊന്ന് സെറ്റാക്കണം. അമ്പാടി ഇതവിടെ നമ്മൾ മേടിച്ച ലൈറ്റ്സ് കുറച്ച് അമ്പാടി അച്ഛൻ എന്നെ പൊട്ടിച്ചാളിയിരുന്നു എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവന് ആവേശം തുറന്ന് കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ വരട്ട് വാവേ. അച്ഛേട്ടൻ്റെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വടകരയിൽ വിളിച്ചപ്പോഴത്തേക്കും നേരെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഇനി നമ്മൾ പിന്നെ ഇപ്പോൾ പോകണം. കാരണം ഇനിയിപ്പോൾ 1-2 ദിവസം കഴിഞ്ഞൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1-2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കമ്മലൊക്കെ ഒന്ന് റെഡിയാക്കണം. ഈ ദിവസങ്ങളില്ല, നാളെ ഓഫില്ലാന്ന് തോന്നുന്നു കേട്ടോ. മറ്റന്നാളാണ് എലക്ഷൻ വരുന്നത്. അങ്ങനെയൊക്കെയാണുള്ളത് കേട്ടോ. അമ്പാടി ഇതാ എല്ലാ ലൈറ്റും എടുത്തിട്ട് പുറത്തേക്ക് വെക്കുന്നുണ്ട് ആ കവർന്നിട്ടാ. അച്ഛൻ്റെ അടുത്തുനിന്ന് അടി കിട്ടും. അച്ഛൻ്റെ അടുത്തുനിന്ന് അടി കിട്ടും. അത് തിരിച്ചു വെക്കാനാ പറഞ്ഞത്. തിരിച്ചു വെക്കാം അമ്പാടി. എൻ്റെ മോനെ എനിക്ക് കയ്യല്ല അതും അച്ഛൻ പൊട്ടിച്ചളിയെന്ന. അങ്ങനെ പേഷ്യൻ്റൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്കൂട്ടി എടുത്ത് നേരെ വടകര വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കമ്മലും മൂക്കുത്തിയൊക്കെ വളഞ്ഞു പോയി കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് നേരെയാക്കണമായിരുന്നു. പിന്നെ ബാഗിൻ്റെ ഞാൻ പറഞ്ഞില്ല സ്ട്രാപ്പ്, അതിൻ്റെ ഒരു എന്താ പറയുക കൊളുത്തുന്ന സംഭവം ഉണ്ടല്ലോ, ക്ലിപ്പ് പോലത്തെ. അപ്പോൾ അത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടും ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലെത്തി വിളക്കും കത്തിച്ചിട്ടുണ്ട്. നമ്മൾ വടകരൊക്കെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ചെയ്താൽ കുറച്ച് മുമ്പ് കേട്ടോ വീട്ടിലെത്തി. ഒരു 6 മണിയായി ഏതാണ്ട്. അപ്പോൾ ഏട്ടൻ ഓടിപ്പോയി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച്. അമ്പാടീൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി രാവിലെ കുളിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് മേലെ വേണം. അത്ര നല്ല ചൂടാട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് മേടിച്ച കുറച്ച് ലൈറ്റ്സൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഫിക്സ് ചെയ്യും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാനിത് ഈ മൂക്കുത്തിൻ്റെ സ്റ്റഡ് ഉണ്ടല്ലോ അത് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കമ്മലിൻ്റെ സ്റ്റഡ് എന്തൊക്കെയോ വളഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എല്ലാം അതൊക്കെ കൊണ്ടുപോയി ശരിയാക്കി. പിന്നെ ബാഗിൻ്റെ നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ചേഞ്ച് ചെയ്തു. അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ ഒന്ന് വിചാരിച്ചത് കഴിഞ്ഞു. ഇനിയും കുറച്ച് ചെറിയ ചെറിയ ചൊറിഞ്ഞ പരിപാടികളുണ്ട് വടകര പോയിട്ടോ. ATM കാർഡിൻ്റെ പിൻ നമ്പർ മറന്നുപോയി ഗൈസ്. 1-2 പിന്ന് സെറ്റ് ചെയ്യാനുണ്ട്. എന്താ ATM കാർഡിൻ്റെ കേട്ടോ. പിന്നെ എന്തായിരുന്നു പിന്നെയും 1-2 ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിന്ന് സെക്കൻഡ് സ്റ്റഡ് ഇവിടെ 2ാമത്തെ സ്റ്റഡ് കുത്തിക്കോട്ടേയും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് തട്ടാൻ്റെ അടുത്ത് പോയതായിരുന്നല്ലോ. ഇതും കുത്തിക്കോട്ടേന്ന് ചോദിച്ചാൽ സമ്മതിച്ചില്ല. ഇനി ഏട്ടൻ അറിയാതെ ഒരു ദിവസം പോയിട്ട് എവിടെയെങ്കിലും സാഹചര്യം ഒത്തു വന്നാൽ ഒന്ന് കുത്തണം. കുത്തിയിട്ട് വന്നിട്ട് പറയാം. ഞാൻ പണ്ടേ വീട്ടിൽ നിന്ന് അങ്ങനെയായിരുന്നു. മൂക്കു പറയാതെ പോയി കുത്തിയതാണ്. പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് അറിയുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഇഷ്ടമായിരുന്നു മൂക്കുത്ത്. അതേപോലെ ഞാൻ സെക്കൻഡ് സ്റ്റഡ് 2-3 തവണയും കണ്ട് കുത്തിയിട്ടുണ്ട്. നല്ലപോലെ പഴുത്തിട്ട് ലാസ്റ്റ് ഞാൻ അയച്ചു കളഞ്ഞതാണ് കേട്ടോ. അവിടെ നല്ല കുറച്ച് എന്താ പറയുക തടി കൂടുതലാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉണങ്ങിക്കിട്ട ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒരു 7 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ തേച്ചുണ്ട്. പിന്നെ തൂത്തുവാരിയിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയായിരുന്നു പിന്നെയുള്ള പരിപാടികൾ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഒരുവിധം ഞാൻ അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇന്ന് ചെരുപ്പ് കഴുകാനുണ്ടായിരുന്നു. ഒരുമാതിരി പുഴുത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പൊടിയൊക്കെ പാറിയിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടുന്ന ചെരുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി. അമ്പാടീൻ്റെ ഒരു ചെരുപ്പുണ്ടായിരുന്നു, അതും കഴുകി. ഇനി പാത്രം കഴുകിയിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ മേലൊക്കെ കഴുകി ബിഗ് ബോസ് കാണാനിരിക്കണം. പിന്നെ കിടന്നുറങ്ങണം. രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ല ചൂടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അത്ര ചൂട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോവാം കേട്ടോ. ബൈ ബൈ. മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.